ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ചൂടൊക്കെ കൂടിക്കൂടി വന്നിങ്ങനെ ഗ്രാഫ് ഇങ്ങനെ ഉയർന്നും പൊങ്ങിയൊക്കെ നിൽക്കുകയാണ്. കാരണം ഇന്നിപ്പം ഒരു ഈവനിങ് ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഫുൾ മഴയും ഇടിയും മിന്നലും ഒക്കെ ആയിരുന്നു. ചൂട് കൂടാനാണ് എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ ചെയ്യണ്ടെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ്. വീണ്ടും ഓരോന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിങ്ങനെ റിയാക്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. വേറൊന്നും കൊണ്ടല്ല. ഞാൻ പറയാൻ പോകുന്ന കോണ്ടൻറ്റ് ഇസ് ബിഗ് ബോസ്. യെസ്, ബിഗ് ബോസിൻ്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. കാരണം ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനെ പറ്റി ഗുരുതരമായ ഓരോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുക. ഏഷ്യാനെറ്റ് എന്ന ചാനലല്ല, ചാനലിലിരിക്കുന്ന ഒരു 2 പേരെ പറ്റിയൊക്കെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അതും ബിഗ് ബോസിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ള രീതിക്കാണ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ സീസണിലെ വിന്നറായിരുന്ന അഖിൽ മാരാർ പുള്ളി ഒരു വീഡിയോ ചെയ്തു. എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പുള്ളി എന്തായാലും പറയാനുള്ളത് വെട്ടി തുറന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അതെനിക്ക് അത് ഒരു നല്ല ക്വാളിറ്റിയാണ്. അതായത് ആരെയും പേടിക്കാണ്ട് എന്താണ് ഇനി ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും എന്ന് ആലോചിക്കാതെ, അല്ലെങ്കിൽ എന്ത് കോൺസിക്വൻസസ് ആയാലും അത് ഞാൻ ഫേസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് എന്ന് വിചാരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ് അഖിൽ. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം പൊട്ടന്മാർ ആക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം സിബിൻ ഔട്ടായിരുന്നല്ലോ. അപ്പോൾ സിബിൻ ഔട്ടായതിൽ പിന്നെ സിബിൻ എവിക്റ്റ് ആയതിൽ പിന്നെയാണ് ഈ പ്രശ്നങ്ങളും ഈ ഒരു കോൺട്രോവേഴ്സി എല്ലാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. അത് ഞാൻ എന്തായാലും അഖിൽ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണും. അഖിൽ ചേട്ടൻ പറഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണും. അപ്പോൾ കൂടുതൽ ഞാനത് സ്പെസിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും ഒരു കോൺട്രോവേഴ്സി ആയിട്ടും ഏഷ്യാനെറ്റ് എന്ന് പറയുന്നൊരു ചാനലിൽ അതിന് വേണ്ട ഒരു എന്താ പറയുക, ഒരു ഇപ്പോഴും അതിനെ സീരിയസ് ആയിട്ട് കാണാത്ത രീതിയിലാണോ ഏഷ്യാനെറ്റ് ഇരിക്കുന്നതെന്നുള്ള കാര്യത്തിലാണ് എനിക്ക് സംശയം. കാരണം ഇത്രയും കോൺട്രോവേഴ്സി നടന്നിട്ടും ഇതിനെപ്പറ്റി ഒരു അപ്ഡേറ്റോ കാര്യങ്ങളോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നുണ്ട് അറിയില്ല. എന്തായാലും മീഡിയയിൽ ഇതുവരെ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഈ കാണുന്ന ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും ബിഗ് ബോസും ഒക്കെ കാണുന്ന എല്ലാവരെയും ഫൂൾസ് ആക്കിക്കൊണ്ട് പോകുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ബിഗ് ബോസ്. എന്തായാലും അതിൻ്റെ പിറകെ നടക്കുന്ന കാര്യങ്ങളും കൂടാതെ തന്നെ അഖിൽ ചേട്ടൻ പറഞ്ഞ വേറൊരു കാര്യമാണ്, ഒരുപാട് പേരെ യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതിൻ്റെ പേരിൽ പിന്നെ വീണ്ടും വാലയെ തൂങ്ങി അടുത്ത കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താ സ്പെസിഫൈ ചെയ്ത് പറയണം, ആളാരാണ്, അല്ലെങ്കിൽ ആർക്കാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യേണ്ടി വന്നതെന്നുള്ളതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ബദലായിട്ട് വീണ്ടും അഖിൽ ചേട്ടൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സത്യമാണ്, ഈ എല്ലാവരും എന്താണ് ഭയങ്കര ഇതൊക്കെ പറയുമല്ലോ, പുരോഗമന ചിന്താഗതിയുള്ളതാണ്, ഈക്വാളിറ്റി ഇത് എന്നൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഇക്വാളിറ്റി എന്ന് പറയാം നമുക്ക്, അത്രേ ഉള്ളൂ. അതൊരിക്കലും ഒരു ഇക്വാളിറ്റി ആകാൻ പോകുന്നില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. നമ്മുടെ സൊസൈറ്റി അങ്ങനെ ആയിപ്പോയി. എത്രയൊക്കെ അങ്ങനല്ല ഇങ്ങനാണെന്ന് പറഞ്ഞാലും നമ്മൾ വീണ്ടും ഇറങ്ങി വരും. ഇങ്ങനെ ഇതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആണെന്ന് പറയുകയും ചെയ്യും, എന്നാൽ ഇവിടെ തന്നെയാണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അതാണ് വ്യത്യാസം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ ബിഗ് ബോസിൻ്റെ കോൺട്രാക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് ഇപ്പോഴും ഒരു കാര്യങ്ങളും പുറത്ത് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ട്. എന്തായാലും അതിനെല്ലാം മാറ്റി നിർത്തിയിട്ട് നമ്മുടെ അഖിൽ മാരാർ ചേട്ടൻ വന്നിട്ടുണ്ട്. ഞാൻ ബിഗ് ബോസിൻ്റെ വലിയ അറിയാലോ, ഞാൻ ഓൾറെഡി മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബിഗ് ബോസ് സ്ഥിരം ഇരുന്ന് കാണുന്ന ആളോ ഒന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് പേര്, ചില
വ്യക്തിത്വത്തിന് ഉടമകൾ കാണും, അതായത് അയാളുടെ ആ ക്വാളിറ്റി നല്ലതാണ് എന്ന് തോന്നും. അങ്ങനെയുള്ള ഒരാളായിരുന്നു എങ്കിൽ ചേട്ടൻ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ സീസൺ 4 ഡോക്ടർ റോബിൻ, പുള്ളിയും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി ആദ്യമേ പറഞ്ഞതാണ്, സത്യമാണ് അത്. വീണ്ടും അഖിൽ ചേട്ടൻ വന്ന് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്, ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമാണ് പുള്ളി പറഞ്ഞതും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ വീണ്ടും വന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഇതാണ്. എന്തായാലും കൊള്ളാം. ഒരാളെ ഫേവർ ചെയ്തുകൊണ്ട് പോകുന്ന ഷോയാണ് ബിഗ് ബോസ് എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇനി ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ടും ഇതൊക്കെ വീണ്ടും ഇരുന്ന് കണ്ട് ഏഷ്യാനെറ്റിൻ്റെ TRP റേറ്റ് കൂട്ടുന്ന പ്രേക്ഷകർ എന്തിനാണിത് കാണുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ തന്നെ ചിന്തിക്കുക, എന്തിനാണ് നമ്മുടെ പൊട്ടന്മാരാക്കുന്ന, നമ്മൾ പൊട്ടന്മാരായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. സോ വേറൊന്നും പറയാനില്ല, എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരുപാട് കോൺട്രവേഴ്സീസ് വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നിയില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഈ കോണ്ടൻറ്റ് ചെയ്യുന്നതിനോട് വലിയ ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇതിപ്പോൾ കുറച്ച് ഗുരുതരമായ പ്രശ്നമായതുകൊണ്ട് മാത്രമാണ് ഓക്കെ എന്തെങ്കിലും എൻ്റെ ഒരു ഉള്ളിലുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ മറക്കണ്ട, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. ഓക്കെ, അപ്പോൾ താങ്ക് യു, ടാറ്റ, ബൈ ബൈ.